സീക്രട്ട് ഇതല്ല. പിന്നെ അതായത് ഈ ജോത്സ്യന്റെ കയ്യില് ഒരു വലമ്പിരി ശങ്കുണ്ട്. ശങ്ക? വാ, വലമ്പിരി ശങ്ക്. അത് ഭയങ്കര ഭയങ്കര പ്രത്യേകതകളൊക്കെ ഉള്ളേണെന്ന്. അപ്പൊ ജോത്സ്യര് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ പറയണേണ്, എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളുടെ സമയവും നാളും ദിവസവും ഒക്കെ പറഞ്ഞ് ഈ ഒരു ശങ്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാന്ന്. എല്ലാം, നമ്മുടെ പൈസ, നമ്മുടെ മാനം, എല്ലാം, നമ്മുടെ സമയം എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റൂന്ന് പറയണു. ഇതൊക്കെ ഉള്ളത് തന്നെ? ഉള്ളതൊക്കെ തന്നെ അല്ല, പിന്നെ ഞാൻ എന്തിനു പറയാനാണ്. നമ്മൾ എന്തിനാണ്? പക്ഷെ വേറൊരു കുഴപ്പമുണ്ടോക്കളെ. എന്തോന്ന്? നമ്മളെ കൂട്ടിയാ കൂടില്ലാത്ത പൈസയാണ് അവരിപ്പൊ പറയണത്. എത്ര? 25,000 രൂപ. എന്തോന്ന് ഞാൻ കൊടുക്കണോന്നാ? 20. പിന്നെ ആര് കൊടുക്കാൻ? ഒന്ന് പോവാൻ വേണേറ്റ്. സ്വന്തമായിട്ട് തുണി വാങ്ങിച്ചിട്ടുള്ള പൈസ പോലും എന്റെ കയ്യിലില്ല. പിന്നെയാണ് 25,000 രൂപ. നിന്റെ എടുക്കില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ? പിന്നെ ഞാനൊരു വഴി പറഞ്ഞിട്ട്. എന്തോന്ന്? പിന്നെ നമുക്ക് സുഹാസിനിയൊക്കെ തന്നെ ഒരു 25,000 രൂപ കടം മേടിച്ചാൽ ഈ കാര്യം ഒന്ന് പറയണ്ട. ഒന്ന് പോവാൻ വേണേറ്റ്. അമ്മ ചോദിക്കൊന്നും വേണ്ട, അതൊന്നും ശരിയാവൂല. അതോടെ 41 ദിവസത്തിനകം നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം നമ്മുടെ വീടിന്റെ ഉമ്മർത്ത് വരുമെന്നാണ് ജോത്സ്യൻ കട്ടായം പറഞ്ഞേക്കണത്. എന്ത് ചെയ്യുമെന്ന് നീ ആലോചിച്ചോ. വലമ്പിരി ശങ്കം നമുക്ക് വീട്ടിൽ കൊണ്ടുവരണം. ഇതൊക്കെ ഉള്ളത് തന്നെ അമ്മ. ഉള്ളത് തന്നെ അല്ലാതെ പിന്നെ ഞാൻ വെറുതെ വന്ന് പറയൂ? അവിടെ ചെന്ന് നോക്കുമ്പോണ്ടല്ല, ആ ജോത്സ്യന്റെ വീടിന്റെ ഭിത്തിയിലൊക്കെ വലിയ വലിയ ആൾക്കാരുടെ ഫോട്ടോ വെച്ചേക്കണേ ഈ വലമ്പിരി ശങ്കം പിടിച്ചുകൊണ്ട്. രാഷ്ട്രീയക്കാര്, സിനിമാക്കാര്, വലിയ വലിയ നേതാക്കന്മാര്, അമിതാഭ് ബച്ചൻ വരെ നിൽക്കുകയാണ് ഇതിങ്ങനെ പിടിച്ചോണ്ട്. ചിലപ്പോ പരസ്യമായിരിക്കും. ഒരു പരസ്യവും അല്ല. അയാൾ ഇത് മേടിച്ചതിന് ശേഷമാണ് അയാൾക്ക് ഈ കാണുന്ന ഉയർച്ചയൊക്കെ ഉണ്ടായെന്ന് തന്നെ. പിന്നെ അയാൾ ഉയരം കണ്ട് അറിഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ ഞാനേ 25,000 രൂപ എവിടെന്നെങ്കിലും മറിക്കാൻ നോക്കാം. തന്നെ. അങ്ങനെയാണെങ്കിൽ അമ്മ ഒരു 12,000 രൂപയുടെ മുൻകൂർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് കൊടുത്താൽ മതി. അതും കൊടുത്താ? വാ മക്കളെ, അപ്പൊ നാളെ തന്നെ പോയി നമുക്ക് ശംഖ് മേടിക്കണം. ഒരെണ്ണോറ്റേ ഉള്ളു. വേണ്ടേ? വല്ല നടക്കുവോ? നടക്കൂല്ലോ. നടന്നു ഇനി വന്നാണ് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാമോ? ശരിയാക്കി തരാം. ശംഖ് ഞാൻ വാങ്ങിച്ചു തരാം. കൊച്ചമ്മ ഇവിടെ ഇരിക്കായിരുന്ന? കൊച്ചമ്മ, ഞാൻ ഒരു രഹസ്യം പറയാനാണ് വന്നത്. എന്താടാ? നമ്മുടെ കൊച്ചമ്മണിയും സുരഭിയും കൂടെ ശംഖ് വാങ്ങിക്കാൻ പോകുന്നു. അയ്യോ, ശംഭു വാങ്ങിക്കാൻ? ശംഭു അല്ല, ശംഖ്, വലമ്പിരി ശംഖ്. ശംഖ് വാങ്ങിക്കാൻ? വലമ്പിരി ശംഖ? കൊച്ചമ്മ, അതായത് എന്തിനാണെന്ന് അറിയാമോ? ഒരു പ്രത്യേക പൂജയൊക്കെ ചെയ്താണ് അത് വാങ്ങിക്കുന്നത്. വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സുരഭി പിക്കിൾസ് ഒന്നാമതെത്തുന്നാ പറയുന്നത്. ഇപ്പോൾ അവിടെ ചുമ്മാ വല്ലതൊക്കെ പറയാതെ ഒരു വലമ്പിരി ശംഖ് വാങ്ങിച്ചു വെച്ചാ ബിസിനസ് അങ്ങ് പൊങ്ങി അങ്ങ് പോവെങ്കിലേ എങ്കിൽ പിന്നെ ബിസിനസ്സുകാരല്ല അതൊരെണ്ണം വാങ്ങിച്ചു വെച്ചാൽ മതി, അധ്വാനിക്കണ്ടല്ലോ. അയ്യോ കൊച്ചമ്മ, ഇത് നിസ്സാരമായിട്ട് കരുതരുത്. സുരഭിയുടെ പേരിൽ പ്രത്യേക പൂജയൊക്കെ ചെയ്താണ് വാങ്ങിക്കുന്നത്. പക്ഷെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ ഒന്നാമതെത്തും എന്നുള്ളത് ഉറപ്പാ. എന്റെ പൊത്തു, ബിസിനസ് വളരണമെങ്കിലേ ഈ പറയുന്ന പൂജയും മന്ത്രം കൊണ്ടൊന്നും പറ്റത്തില്ല. അതിന് നല്ല ബുദ്ധിയും അധ്വാനവും വേണം. മനസ്സിലായോ? വലമ്പിരി ശംഖ് പോലെ രണ്ടിന്റെയും പിരി ഇളകി കിടക്കും. അതാണ് കാരണം. ഞാൻ കൊച്ചമ്മ ആരുടെ പിരികളെ കിടക്കുന്ന കാര്യോ പറഞ്ഞത്? അയ്യോ, അതെ, ഇവൻ ഇങ്ങനെ കൂടെ കൂടെ വന്ന് ഓരോ മണ്ടത്തരങ്ങളും വിളമ്പും. ഇവന്റെ പിരി ഇളകിയ കാര്യമാണ് ഞാൻ പറഞ്ഞു. എന്റെ പിരി ഇളകുന്ന കാര്യല്ലേ? പുതിയ വല്ല മണ്ടത്തരങ്ങൾ ഒപ്പിച്ചാ? എന്റെ സുനീതേ, കാര്യമൊന്നുമില്ല. നമ്മളെ കൊച്ചമണി സുരഭിയും കൂടെ ഏതാണ്ട് ഒരു വലമ്പിരി ശംഖ് വാങ്ങിക്കാൻ നടക്കുന്നത്. ഇത്രയേ ഉള്ളു സംഗതി. അത്രേ ഉള്ളൂ. വലമ്പിരി ശംഖോ? ഒരെണ്ണം വാങ്ങിക്കണം പറഞ്ഞ് നടക്കുമായിരുന്നോ? ആണോ? ആ. അതിന് അതിരിക്കുന്നിടത്ത് സമൃദ്ധി, ഐശ്വര്യവും സമ്പത്തൊക്കെ വന്നു ചേരുമെന്ന്. കേട്ടോ. നീ ഒരു കാര്യം ചെയ്യും, ഇത് പോയിട്ട് എന്താ, എവിടാ, കിട്ടുമോ, എങ്ങനെ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാൻ, വിശദ വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കും കേട്ടോ. വേണ്ടതുപോലൊക്കെ ചെയ്തോട്ടെ. അന്വേഷിക്കാം കേട്ടോ. പ്രയാസപ്പെടണ്ട.